വിശദമായ വാർത്തകളിലേക്ക്. വയനാട് വാഹനാപകടത്തിൽ 3 മരണം. പുഴമുടിയിൽ കാറ് മറിഞ്ഞ് 3 പേർ മരിച്ചു. കൽപ്പറ്റ പടിഞ്ഞാറത്തറ റോഡിന് സമീപമാണ് അപകടം. കാറ് റോഡ് സൈഡിലെ പോസ്റ്റിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. വിശദാംശങ്ങളുമായി ഷിബു CV ചേരുകയാണ്. ഷിബു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് വൈകുന്നേരം 6 കൂടിയാണ് വയനാട് കൽപ്പറ്റയ്ക്കടുത്ത പുഴമുടിയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സംഘം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 പേരായിരുന്നു 3 വെള്ളരിക്കുണ്ട്, കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശികളും 3 പേർ ഇരിട്ടി അങ്ങാടിക്കടവ്, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി അങ്ങാടിക്കടവ് സ്വദേശികളുമായിരുന്നു. ഇവരിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 പേരെയും മുഖത്തും തലയ്ക്കും ഗുരുതരമായ പരിക്കേറ്റ് മരണം സംഭവിച്ചതിനാൽ മൃതദേഹം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ബന്ധുക്കൾ ഇരിട്ടിയിൽ നിന്നും വയനാട്ടിലേക്ക് കൽപ്പറ്റയിലേക്ക് വന്നിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഇപ്പോൾ കൽപ്പറ്റയിലെ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. 3 പേർ ഗുരുതര നിലയിലാണുള്ളത്. അവരെ മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 പേരും ഇപ്പോൾ വെന്റിലേറ്ററിലാണുള്ളത്. പരിക്കേറ്റവരെയും എല്ലാവരുടെയും പേര് വിവരങ്ങൾ ലഭ്യമാണെങ്കിലും ഇതിൽ ആരാണ് മരിച്ചതെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ബന്ധുക്കൾ അടുത്തെത്തിയാൽ മാത്രമേ ഇവരെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെയും തലയ്ക്കും മുഖത്തിനുമാണ് പരിക്കുള്ളത്. വാഹനം പൂർണ്ണമായും തകർന്ന രീതിയിലാണുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സംഭവിച്ചത്. ഏതായാലും നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം വൈകുന്നേരം നടത്തിയത്. അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾ എത്തിയാൽ മരിച്ചവരെ തിരിച്ചറിയും എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതിദാരുണമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് വാഹനാപകടത്തിൽ 3 മരണം സംഭവിച്ചിരിക്കുന്നു. പുഴമുടിയിൽ കാറ് മറിഞ്ഞ് 3 പേർ മരിച്ചു. കൽപ്പറ്റ പടിഞ്ഞാറത്തറ റോഡിന് സമീപമാണ് അപകടം നടന്നത്. കാറ് റോഡ് സൈഡിലെ പോസ്റ്റിലിടിച്ച താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 6 പേർ കാറിലുണ്ടായിരുന്നു. വിശദാംശങ്ങൾ നൽകിയത് ഷിബു CV.